കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലുമെല്ലാം മധ്യകേരളത്തിൽ തൃശ്ശൂർ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളും ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ UDF മുന്നേറ്റം നമുക്ക് ദൃശ്യമാണ്. ആലപ്പുഴയിൽ പോലും അപ്രതീക്ഷിതമായ പല മണ്ഡലങ്ങളും മാവേലിക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ UDFന്റെ മുന്നേറ്റം നമുക്ക് കാണാതെ നോക്കൂ. മാവേലിക്കര വീണ്ടും LDF തിരിച്ചുപിടിച്ചിരിക്കുന്നു. കായംകുളം, ഹരിപ്പാട്, കുട്ടനാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, അരൂർ എന്നീ മണ്ഡലങ്ങളിലാണ് UDFന്റെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. കോട്ടയത്തേക്ക് പോവുകയാണെങ്കിൽ വൈക്കത്തും പൂഞ്ഞാറിലും LDF ലീഡാണ്. നേരിയ ലീഡാണ് പൂഞ്ഞാറിലുള്ളത്. വൈക്കത്ത് പക്ഷേ വ്യക്തമായ ലീഡുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. കൊല്ലത്തുണ്ടായ വലിയ മുന്നേറ്റമാണ് UDFന് 96 എന്നൊരു സീറ്റിലേക്ക്, ഒരു അത്ഭുത സംഖ്യയിലേക്ക് എത്തിക്കാൻ സഹായിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയും. കൊല്ലത്ത് ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത പല മണ്ഡലങ്ങളിലും UDF മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വാമനപുരം മണ്ഡലം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. കാസർകോട്ടേക്ക് പോവുകയാണെങ്കിൽ കാസർകോട്ട് 3-2 എന്ന നിലയിൽ UDFന്റെ ആധിപത്യം കാണാം. കണ്ണൂരിൽ തളിപ്പറമ്പിൽ UDF 3805 സീറ്റിന് മുന്നിലാണ്. ഇരിക്കൂരിൽ മുന്നിലാണ്. അഴീക്കോട്ട് LDF ലീഡ് തിരിച്ചുപിടിച്ചിട്ടുണ്ട്. കണ്ണൂരിലും ധർമ്മടത്തുമൊക്കെ UDF മുന്നിലാണ് എന്ന് പറയുമ്പോൾ പാർട്ടി കോട്ടകളിൽ ഉണ്ടായിട്ടുള്ള ഇളക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പാർട്ടിയെ തിരുത്തുന്ന പാർട്ടി വോട്ടുകൾ, പാർട്ടിയെ തിരുത്തുന്ന പാർട്ടി സഖാക്കൾ എന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ണൂരിലെ വോട്ടിനെ വായിച്ചെടുക്കാൻ കഴിയും. മലപ്പുറത്താണെങ്കിൽ ഒരു ജില്ല മുഴുവനായി അവരുടെ രാഷ്ട്രീയ മാൻഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്ത് പോലെ, ഒരു പ്രതിനിധി പോലുമില്ലാത്ത, അസംബ്ലിയിലേക്ക് ഒരു LDF പ്രതിനിധി പോലുമില്ലാത്ത ജില്ലയായി. പയ്യന്നൂരിൽ CPM-ൽ ഇറങ്ങിപ്പോയ കുഞ്ഞികൃഷ്ണൻ മുന്നിൽ, പയ്യന്നൂരിലും തളിപ്പറമ്പിലുമെല്ലാം കഥ മാറുകയാണോ എന്ന് നാം നോക്കണം. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മുന്നിലായിരിക്കുന്നു, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മുന്നിൽ. കണ്ണൂരും കൈവിടുകയാണോ സമ്പൂർണ്ണമായും CPIM-നെ, LDF-നെ എന്നാണ് ഉറ്റുനോക്കുന്ന ചോദ്യം. പിണറായി വിജയൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം വലിയ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു പോരുന്ന പരമ്പരാഗത ശക്തി കേന്ദ്രം പയ്യന്നൂരിൽ CPM-ൽ നിന്നിറങ്ങി വന്ന കുഞ്ഞികൃഷ്ണൻ ഇതാ വെള്ളം കുടിപ്പിക്കുന്നു അവിടുത്തെ സിറ്റിംഗ് MLA TI മധുസൂദൻ.